കണ്ടെയ്നർ തുറമുഖ സൂചിക സെലാല പോർട്ട് മൂന്നാമത്, അറബ് ലോകത്ത് ഒന്നാം സ്ഥാനം. മേഖലയിലെ സംഘർഷം ലഘൂകരിക്കൽ നയതന്ത്ര ശ്രമങ്ങൾ ശക്തമാക്കണമെന്ന് ഒമാനും യൂറോപ്യൻ യൂണിയനും. ഒമാൻ സെയിൽസ് ഫോറം പുതിയ ലോഗോ പ്രകാശനം ചെയ്തു, സംഘടന ശക്തിപ്പെടുത്തി. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ലോകബാങ്ക് പുറത്തിറക്കിയ ഏറ്റവും പുതിയ കണ്ടെയ്നർ പോർട്ട് പെർഫോമൻസ് ഇൻഡെക്സിൽ ഒമാനിലെ സെലാല തുറമുഖം ആഗോളതലത്തിൽ 3-ാം സ്ഥാനവും അറബ് ലോകത്ത് 1-ാം സ്ഥാനവും സ്വന്തമാക്കി. അന്താരാഷ്ട്ര ലോജിസ്റ്റിക്സ് സമുദ്ര ഗതാഗത രംഗത്ത് ഒമാന്റെ പ്രാധാന്യവും മത്സരശേഷിയും വെളിപ്പെടുത്തുന്നതാണ് ഈ നേട്ടം. കണ്ടെയ്നർ കപ്പലുകൾ കൈകാര്യം ചെയ്യുന്ന വേഗതയും കപ്പലുകൾ തുറമുഖത്ത് ചെലവഴിക്കുന്ന സമയം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള റാങ്കിങ്ങിലാണ് ഈ നേട്ടം. ഷിപ്പിംഗ് ചെലവ് കുറയ്ക്കുന്നതിനും വിതരണ ശൃംഖലയുടെ വിശ്വാസ്യത മെച്ചപ്പെടുത്തുന്നതിനും അന്താരാഷ്ട്ര വ്യാപാരം സുഗമമാക്കുന്നതിനും കാര്യക്ഷമതയേറെ തുറമുഖങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നതായി ലോകബാങ്ക് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കപ്പലുകൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ ചരക്കിറക്കി തിരിച്ചു പോകുന്നത് തുറമുഖങ്ങളിലെ തിരക്ക് കുറയ്ക്കാനും ആഗോള ലോജിസ്റ്റിക് ശൃംഖലയെ കൂടുതൽ ശക്തിപ്പെടുത്താനും സഹായിക്കും. ആധുനിക സൗകര്യങ്ങളുടെയും പ്രവർത്തന മികവിന്റെയും പിൻബലത്തിൽ ലോകത്തിലെ പ്രമുഖ തുറമുഖങ്ങളെ പിന്നിലാക്കിയാണ് സെലാല തുറമുഖം ഈ അപൂർവ നേട്ടം സ്വന്തമാക്കിയത്. മേഖലയിലെ നിലവിലെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ നയതന്ത്ര ശ്രമങ്ങൾ കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ടെന്ന് ഒമാനും യൂറോപ്യൻ യൂണിയനും അഭിപ്രായപ്പെട്ടു. ഒമാൻ വിദേശകാര്യ മന്ത്രി സെയ്ദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയും യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ സുരക്ഷാ നയങ്ങളുടെ ഉന്നതതല പ്രതിനിധി ഖജ കല്ലസും നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രാദേശിക സുരക്ഷ, സമുദ്ര ഗതാഗതം, രാഷ്ട്രീയ സാഹചര്യം എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു. മേഖലയെ വലിയ യുദ്ധത്തിലേക്ക് നയിക്കാവുന്ന സാഹചര്യം ഒഴിവാക്കാനും സമാധാനവും സുരക്ഷയും ഉറപ്പാക്കാനും നയതന്ത്രം തന്നെയാണ് ഏറ്റവും ഫലപ്രദമായ മാർഗമെന്ന് ഇരുപക്ഷവും ആവർത്തിച്ചു. പ്രാദേശിക സ്ഥിരത നിലനിർത്തുന്നതിനും തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും സംഘർഷങ്ങളുടെ വ്യാപനം തടയുന്നതിനുമുള്ള മുൻഗണനാ മാർഗമായി ചർച്ചകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള അന്താരാഷ്ട്ര ഏകോപനത്തിന്റെയും കൂടിയാലോചനകളുടെയും തുടർച്ചയാണ് ഈ ഫോൺ കോൾ. ഒമാനിലെ മലയാളി സെയിൽസ്മാൻമാരുടെയും വ്യാപാരികളുടെയും കൂട്ടായ്മയായ ഒമാൻ സെയിൽസ് ഫോറം ഔദ്യോഗിക ലോഗോ പ്രകാശനം ചെയ്തു. സംഘടനയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലപ്പെടുത്തുന്നതിനുള്ള പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചു. കൂട്ടുകറി റെസ്റ്റോറന്റിൽ നടന്ന ചടങ്ങിൽ പുതിയ എക്സിക്യൂട്ടീവ് ഭാരവാഹികളെയും പ്രഖ്യാപിച്ചു. നിലവിൽ ഒമാനിലെ ഒരു പ്രമുഖ ആശുപത്രിയുമായി സഹകരിച്ച് സംഘടനയിലെ അംഗങ്ങൾക്കായി പ്രത്യേക മെഡിക്കൽ ഡിസ്കൗണ്ടുകളും ചികിത്സാ ഇളവുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഒമാനിലെ മറ്റു പ്രമുഖ ആശുപത്രികളെ കൂടി ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൂടുതൽ ചികിത്സാ ഇളവുകൾ ലഭ്യമാക്കാനുള്ള ഊർജിതമായ ശ്രമങ്ങളിലാണ് കമ്മിറ്റിയെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഒമാനിലുള്ള സെയിൽസ്മാൻമാരുടെ വ്യാപാരികളുടെയും കച്ചവട അഭിവൃദ്ധിക്കായുള്ള സഹായങ്ങൾ എത്തിക്കുക, അവർക്ക് ആവശ്യമായ നിയമപരമായ പരിരക്ഷ ഉറപ്പാക്കുക, കൂടാതെ അർഹരായവർക്ക് ചികിത്സാ സഹായങ്ങൾ നൽകുക എന്നിവയാണ് സംഘടനയുടെ ആത്യന്തിക ലക്ഷ്യങ്ങളെന്ന് ഭാരവാഹികൾ യോഗത്തിൽ വ്യക്തമാക്കി. കാൽപന്തുകളി മലപ്പുറത്തിന്റെ ആവേശം ഒമാനിലെ പ്രവാസി സമൂഹത്തിലേക്കും പകർന്നു നൽകുന്ന രീതിയിൽ ഒമാൻ മലപ്പുറം ജില്ലാ അസോസിയേഷൻ സംഘടിപ്പിച്ച ഫുട്ബോൾ സൗഹൃദ മത്സരം 2026 ശ്രദ്ധേയമായി. ഗോബ്ര ഫുട്ബോൾ ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ അർജന്റീനയും ബ്രസീലും ഏറ്റുമുട്ടി. ആവേശകരമായ പോരാട്ടത്തിനൊടുവിൽ ബ്രസീൽ 5-3 അർജന്റീനയെ പരാജയപ്പെടുത്തി കിരീടം സ്വന്തമാക്കി. ബ്രസീൽ ടീമിന് അൻവർ സാദത്ത് നയിച്ചപ്പോൾ അർജന്റീന ടീമിനെ ക്യാപ്റ്റനായി പ്രമോദ് നേതൃത്വം നൽകി. മത്സരശേഷം വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു. കായിക മത്സരത്തിനപ്പുറം പ്രവാസി സമൂഹത്തിന് സൗഹൃദവും ഐക്യവും ശക്തിപ്പെടുത്തിയ പരിപാടിയായി ഇത് മാറി. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസി ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.